പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. കളിതമാശയിലേക്ക് കടക്കും മുമ്പ് ഒരു കർമ്മം ചെയ്യാനുണ്ട്. അതിൻ്റെ കാർമ്മികന്മാർ വരുന്നുമുണ്ട്. ഇതുപോലൊരു നാറിയ ഭരണം കേരള ജനത കണ്ടിട്ടില്ല എന്ന് തീർത്തങ്ങ് പറയാനാവില്ല. ഇതുപോലെ നാറിയതോ ഇതിനേക്കാൾ നാറിയതോ ആയ ഭരണമൊക്കെ ഈ 60 വർഷത്തിനിടയിൽ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ രണ്ടു കൂട്ടരും മാറി മാറി വരുന്നതുകൊണ്ട് ആരുടേതാണ് കൂടുതൽ നാറിയത് എന്ന് പറയാനാവില്ല എന്ന് മാത്രം. പിണറായി വിജയന്റെ സർക്കാരിനെ കൊണ്ട് ക്ഷാമരപ്പിക്കുന്നവരെ മുസ്ലിം യൂത്ത് ലീഗ് സമരരംഗത്ത് നിന്ന് പിന്മാറുകയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പിണറായി വിജയന്റെ മൂക്കുകൊണ്ട് ക്ഷാ വരപ്പിക്കാൻ മൺകലത്തിൽ കൂടോത്രം ചെയ്തതുകൊണ്ട് കാര്യമില്ല എന്നാണ് പൊളിമിക്സിന്റെ അഭിപ്രായം. ഏതായാലും ഈ യൂത്ത് ലീഗുകാരേക്കാൾ ബുദ്ധി കാണിച്ചത് യൂത്ത് കോൺഗ്രസുകാരാണ്. അരിയില്ലെങ്കിലും കലമുടക്കേണ്ടതില്ല എന്നാണ് അവരുടെ നിലപാട്. ഗ്യാസിന് അനിയന്ത്രിതമായ വില വർദ്ധിപ്പിച്ച് സാധാരണക്കാരെ പ്രയാസപ്പെടുന്ന ഭരണകൂടത്തിനെതിരായുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ്. അതോടൊപ്പം തന്നെ കേരളം രൂക്ഷമായ വിലക്കയറ്റം കൊണ്ട് ഇങ്ങനെ ഇല്ലാത്ത വെള്ളത്തിൽ ഇല്ലാത്ത ഭക്ഷണം പാകം ചെയ്ത് വിശപ്പടക്കേണ്ട ഗതികേടിലേക്ക് കേരളത്തിലെ ആളുകൾ എത്തിച്ചേർന്നിരിക്കുന്നതെന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ നിന്നുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ സമരം മുന്നോട്ട് പോകുന്നത്. കേരളക്കാർക്ക് എന്തിനാ അരി, അവർക്ക് നല്ല മരച്ചീനി ഇല്ലേ എന്ന് പണ്ട് ഇന്ദിരാഗാന്ധി ചോദിച്ചതായി ഒരു കഥയുണ്ട്. 57-ൽ അരി കിട്ടാതായപ്പോൾ EMSന്റെ ഗവൺമെൻറ് മക്രോണി തിന്നാൻ പരിശീലിപ്പിച്ചു എന്ന് ചരിത്രവുമുണ്ട്. ഏതായാലും ഈ യൂത്ത് കോൺഗ്രസുകാരുടെ ചക്ക അത്ര മോശം ബദലല്ല. ഒന്നുമില്ലെങ്കിലും പ്രമേഹത്തിനുള്ള പുതിയ മരുന്നല്ലേ.
ഇവിടെ അരി വാങ്ങാൻ നിവർത്തിയില്ലാതെ, ഗ്യാസ് ലഭിക്കാൻ നിവർത്തിയില്ലാതെ നടത്തുന്ന ജനതയെ സാക്ഷി നിർത്തിക്കൊണ്ട് ചക്കപുരുമിയാണ് ഇവിടെ സമരവുമായി രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. പ്രതീകാത്മകമായ ഈ സമരം ഇത് കണ്ട് ഭരണാധികാരികളുടെ കണ്ണു തുറന്നില്ല എങ്കിൽ അതിശക്തമായ സമരവുമായി നാളുകളിൽ യൂത്ത് കോൺഗ്രസ് പോകും. കാരണം യൂത്ത് കോൺഗ്രസിനെ സമരം പഠിപ്പിക്കാൻ ഇവിടെ CPM എന്നല്ല ആര് പറഞ്ഞാലും ശരി, സമരം എങ്ങനെ ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് നമുക്കറിയാം. ഇതൊക്കെ നിയമസഭയ്ക്ക് പുറത്തുള്ള യുവസിംഹങ്ങളുടെ കാര്യം. അകത്തുള്ളവരുടെ ആയുധം വേറെയാണല്ലോ. അതവർ നന്നായി പ്രയോഗിക്കുന്നുമുണ്ട്. അരിയുടെ വില 50 എത്തിയപ്പോൾ ഈ സഭയിൽ ചർച്ചയില്ല. സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ആശങ്കകൾ ഉണർന്നപ്പോഴും നമുക്ക് ഈ സഭയിൽ ചർച്ചയില്ല സർ. ഇപ്പോൾ വരൾച്ച മൂലം കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് ദുരിതം അനുഭവിക്കുന്നു, കുടിക്കുന്ന വെള്ളം ലഭിക്കാൻ പ്രയാസപ്പെടുമ്പോൾ അതും ചർച്ച ചെയ്യാൻ നാം ഒരുക്കമല്ല സാർ. പിന്നെ ഡൊണാൾഡ് ട്രംപ് മെക്സിക്കൻ അതിർത്തിയിൽ കെട്ടാൻ പോകുന്ന മതിലിനെ കുറിച്ച് ഇവിടെ ഒരു ചർച്ചയാവാമോ എന്ന് ഈ സർക്കാരിനോട് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സാർ. അങ്ങനെ ചോദിക്കേണ്ടി വന്നതിൽ ഷാഫിയെ കുറ്റപ്പെടുത്താനും ആവില്ല. സംസ്ഥാനത്തെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണല്ലോ ഒരു പ്രതിപക്ഷ MLA-യുടെ ജോലി. തൻ്റെ ജോലി സാമാന്യം തരക്കടില്ലാതെ നിർവഹിക്കുന്ന ഒരു MLA ആണ് ഷാഫി. അങ്ങ് തന്നെ സൂചിപ്പിച്ചു, നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വരൾച്ചയാണ് ഈ നാട് നേരിടുന്നത്. സാർ, നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വരൾച്ചയാണ് ഈ കേരളം നേരിടുന്നെങ്കിൽ അത് കേരളത്തിന്റെ നിയമസഭയിലല്ലാതെ വേറെ എവിടെയാണ് സാർ ചർച്ച ചെയ്യേണ്ടത്? സാർ, ഈ 140 ജനപ്രതിനിധികളും ഈ കുടിവെള്ള പ്രശ്നത്തെ സംബന്ധിച്ചുള്ള പരാതികൾ നിരന്തരം കേൾക്കുന്നവരാണ്. സാർ, ആളുകൾ കരയുന്നവരുണ്ട്, സാർ വഴക്ക് പറയുന്നവരുണ്ട്, സാർ ചൂടാവുന്നവരുണ്ട്, സാർ അപേക്ഷിക്കുന്നവരുണ്ട്, സാർ വെള്ളം ലഭിക്കണമെന്ന ആവശ്യം പല വിധത്തിൽ ഈ ഇരിക്കുന്ന 141 പേരുടെയും മുമ്പിൽ പല തവണയായിട്ട് വരുന്നുണ്ട്. നിയമസഭയുടെ മറ്റെല്ലാ നടപടികളും നിർത്തിവെച്ച് വരൾച്ചയെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നാണ് ഷാഫി പറഞ്ഞുകൊണ്ടുവരുന്നത്. എന്നാൽ അതിൻ്റെ ആവശ്യമില്ല എന്ന നിലപാടാണ് ഭരണപക്ഷമെടുത്തത്. കാരണം ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല. വരൾച്ച എന്ന പ്രശ്നം പരിഹരിക്കാൻ ഈ സർക്കാരിന് മുന്നിൽ വേറെ വഴിയുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ഒരു വലിയ പ്രശ്നമാണ് ക്ലൗഡ് സീഡിങ്ങിൻ്റെ പ്രശ്നം. ക്ലൗഡ് സീഡിങ് സാധ്യത എന്ന് പറയുമ്പോൾ സാധാരണ നിലക്ക് ഇന്ത്യയിലും വിദേശത്തുമൊക്കെ ഭാഗികമായി വിജയിച്ചൊരു പദ്ധതിയാണ്. അതിൻ്റെ ഭാഗമായി കരിമേഘങ്ങളെ റഡാർ ഉപയോഗിച്ച് കണ്ടെത്തി മഴ പെയ്യിക്കാനുള്ള കെമിക്കൽ പ്രയോഗമാണത്. ഭാഗികമായി ഇത് വിജയിക്കുന്നുണ്ട്. കഴിഞ്ഞ ചില ദിവസങ്ങളിലായിട്ട് വിദേശ വാർത്തകളിലൊക്കെ ഇത് സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ട്. സർ, പെട്ടെന്ന് മഴ പെയ്യിക്കുക എന്നുള്ളതല്ല, മഴയുടെ കഴിഞ്ഞ ദിവസം ലണ്ടനിലും ദുബായിലും ഇതുപോലെ മഴ പെയ്യിച്ചു വളരെ വിജയകരമായി പൂർത്തീകരിച്ചു എന്നുള്ള വാർത്ത അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടു. സർ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഞാൻ പരാമർശിച്ചത്. അപ്പോൾ മഴയുടെ അതെ അല്ല ഞാൻ പറയട്ടെ മഴയുടെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ശാസ്ത്രീയമായ പരിശ്രമമാണിത്. ഇതിൽ ആഗോളമായി തന്നെ വിജയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് മഹാരാഷ്ട്രയിലും ആന്ധ്രയിലുമൊക്കെ ഇത് പരീക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് ഇത് പരീക്ഷിച്ചിട്ടേ ഉള്ളുവെങ്കിൽ ജനകീയ ചൈന അത് വിജയിപ്പിച്ചിട്ടുമുണ്ട്. 2008 ഒളിമ്പിക്സിൻ്റെ സമയത്ത് അവർ കൃത്രിമമായി മഴ പെയ്യിച്ചിരുന്നു. പക്ഷെ അതിനൊക്കെ നല്ല ചെലവ് വരുമെന്നൊരു കുഴപ്പമില്ലേ? കോസ്റ്റ്ലി ആണോ എന്നതിൽ തന്നെ ചെറിയൊരു സംശയമുണ്ട്. താരതമ്യേന ചെലവ് കുറഞ്ഞതാണെന്നൊരു അഭിപ്രായവും പറയുന്നുണ്ട്. നമ്മളിപ്പോൾ പ്രയോഗത്തിൽ വന്നിട്ടില്ലല്ലോ. അപ്പോൾ നമുക്കതെല്ലാം വെച്ചുകൊണ്ട് പരിശോധിക്കാം. ഇങ്ങനെ മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും പരിശോധിക്കാം. ഇത് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ചേരി തിരിഞ്ഞുകൊണ്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല. ഇത് നമ്മുടെ നാട് നേരിടുന്ന അതീവ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. അക്കാര്യത്തിൽ ഏത് നടപടി സ്വീകരിച്ചും പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ സന്നദ്ധമാണ്. ആവശ്യമായ എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ പൊളിമിക്സ് വേറൊരു വഴി പറഞ്ഞു തരാം. മുഖ്യമന്ത്രിക്ക് വിശ്വാസമില്ലെങ്കിൽ ഇതിലിടപെടാതെ മാറി നിന്നാൽ മതി. നമ്മുടെ മന്ത്രി KT ജലീലിൻ്റെ ആത്മീയ ഗുരു ഇതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളയാളാണ്. ഒന്നു കണ്ട് കാര്യം പറഞ്ഞാൽ മതി, മഴ പെയ്യിക്കും, ഉറപ്പാണ്.